ഹലോ, ദിയാസ് നാച്ചുറൽസിൽ നിന്നാണ്. ഇന്ന് ഞാനും എൻ്റെ മോളും കൂടി പുറപ്പെട്ടിട്ടുണ്ട്. കാലത്തെ തന്നെ ഒരുങ്ങിക്കെട്ടി തിരിച്ചു. അതിന് റീസൺ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ ഈ ഫ്രണ്ടിനെ നിങ്ങൾ തിരിച്ച് പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ഫ്രണ്ടിൻ്റെ മോളും നമ്മളൊക്കെ കൂടി മാലിലേക്ക് പോവുകയാണ്. മെയിനായിട്ട് അവരെ ഫൺ സിറ്റിയിലേക്ക് വിളിച്ചുകൊണ്ട് പോവാമെന്ന് ഒരു വാഗ്ദാനം എപ്പോഴോ അറിയാണ്ട് കൊടുത്തു. അതാണ് സംഭവം. സോ അത് തൊട്ട് ഒരു സ്വൈര്യവും തരില്ലായിരുന്നു. അപ്പം നമ്മൾ എന്തായാലും വിളിച്ചുകൊണ്ട് പോവാം എന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ച് പുറപ്പെട്ടതാണ്. സോ ഇപ്പോൾ നമ്മളിവിടെ നിന്ന് പോകുന്നുണ്ട്. പ്ലസ് അവിടെ പോയിട്ട് എൻ്റെ വേറെ 2 ഫ്രണ്ട്സ് കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ നമ്മൾ ചുമ്മാ ഈ പിള്ളേരെ കൊണ്ട് ഫൺ സിറ്റിയിൽ വിട്ടിട്ട് നമ്മൾ ചുമ്മാ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാം എന്നുള്ള ഒരു പ്ലാനിലാണ്. ആക്ച്വലി ഫസ്റ്റ് നമ്മൾ ഫൺ സിറ്റിയിൽ പോയിട്ട് നമുക്ക് ട്രാംപ്ലിൻ പാർക്കിലേക്ക് ഒന്ന് പോകാമെന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ പ്ലാനൊക്കെ പിന്നെ ക്യാൻസലായി. 2 പേരും കൂടി നല്ല സെറ്റായി. സോ അങ്ങനെ 2 പേരും കൂടി സെറ്റായി. പിന്നെ ഇതാണ് ഫങ്കി മങ്കി എന്ന് പറഞ്ഞാൽ ഫീനിക്സ് മാളിലാണ് നമ്മൾ പോയത്. അവിടെ ഫങ്കി മങ്കി എന്ന് പറയുന്ന ഇടത്താണ്. നല്ല രസമുണ്ടായിരുന്നു. അവിടെ കുട്ടിയൊക്കെ ഉള്ളതാണ്. പക്ഷേ പാരൻസും അകത്ത് അലൗഡാണ്. അപ്പം നമ്മൾ ചുമ്മാ ഇരിക്കില്ലല്ലോ, നമ്മളും കൂടി ചുമ്മാ കളിക്കുക. അവിടെ പോയതിട്ട് ഓട്ടവും ചാട്ടവും മാത്രമേ ഉള്ളൂ എൻ്റെ കുട്ടിക്ക്. വെളിയിൽ വന്നാൽ അമ്മ എന്നെ തൂക്കിക്കൊണ്ട് നടാമെന്ന് പറയും. ഇവിടെയും ഈ ട്രാംപ്ലിങ്ങിൻ്റെ സംഭവം ഉണ്ടായിരുന്നു, ജമ്പ് ചെയ്യുന്നത്. സോ അതിലൊക്കെ കുറേ നേരം അവൾ ജമ്പ് ചെയ്തുകൊണ്ടിരുന്നു. അതിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു 6 years to 14 years എന്ന്. അപ്പം എനിക്ക് 14 years ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാനും കുറേ നേരം കളിച്ചു. സോ നമ്മളിതൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് എൻ്റെ വേറെ 2 ഫ്രണ്ട്സ് കൂടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ അവർ തുള്ളാൻ തുടങ്ങി. അവർക്ക് നല്ല കളിയായിരുന്നു. കണ്ടില്ലേ, 2 കുട്ടികൾ. പിന്നെ നമ്മൾ ബുക്ക് ചെയ്തിരുന്നതിൻ്റെ ടൈം കഴിഞ്ഞപ്പോൾ വെളിയിൽ വന്നപ്പോൾ തന്നെ ഫ്രണ്ട് ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് അവിടെ കുറേ നേരം ഇരുന്നു. എന്നിട്ട് പുറത്ത് വന്നിട്ട് ഇതുപോലത്തെ ബസ് ഉണ്ടായിരുന്നു. ഇതുപോലത്തെ ബസ്സിൽ കയറിയിട്ട് ഒരു റൗണ്ട് അടിക്കാം. അപ്പോൾ ആരെങ്കിലും ഒരാൾ കുട്ടികളുടെ കൂടെ പോകാനായിട്ട് എൻ്റെ ഫ്രണ്ട് കൂടി പോയി. അങ്ങനെ ഒരു വിസിറ്റൊക്കെ നടത്തിയിട്ട് വന്നു. പിന്നെ നമ്മളങ്ങനെ കറങ്ങിയടിച്ച് നടന്നപ്പോൾ നമുക്ക് ടയേർഡായി. അതുകൊണ്ട് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് വന്നു. ജ്യൂസ് കുടിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് തിരിക്കാമെന്നുള്ള പ്ലാനിലാണ്. ജ്യൂസ് എൻ്റെ കുട്ടിക്ക് ബബിൾ ടീ തന്നെ വേണമെന്ന്. ബബിൾ ടീ ഞാനിതുവരെ കുടിച്ചിട്ടില്ല. അപ്പം ഞാനും അവളുടെ അടുത്ത് നിന്ന് കുറച്ച് വാങ്ങി. പിന്നെ ഇവിടെ കാക്കട എന്ന് പറഞ്ഞിട്ട് ചാറ്റ് ഐറ്റംസൊക്കെ വിൽക്കുന്ന കട ഉണ്ട്. ഫേമസ് ആണ്, പക്ഷേ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. സോ അവിടെ നിന്ന് എൻ്റെ ഫ്രണ്ടിന് വീട്ടിലേക്ക് പാഴ്സൽ വാങ്ങണമെന്ന് പറഞ്ഞു. സോ നമ്മൾ 2 പേരും കൂടി അങ്ങനെ പോയി വാങ്ങി. അവരൊക്കെ ജ്യൂസ് കുടിച്ചിട്ട് വരുന്നതിന് മുമ്പ് നമ്മളിത് പാക്ക് ചെയ്ത് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 പേരും കൂടി അവിടെ വന്നു. സോ അങ്ങനെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് ബായൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു. അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. താങ്ക് യു.